നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ചില ഫോർമുലാസ് പഠിക്കാം. നോർമൽ ഫോർമുലാസ് അല്ല പറയുന്നത്, കുറച്ച് ഷോർട്ട് കട്ട്സ്. അതിലൊന്നാമത്തെയാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഫോർമാറ്റിലാണെങ്കിൽ നമുക്കതിൻ്റെ ആൻസറായിട്ട് വരിക 1/2 ഇൻറ്റു ബി മൈനസ് എ എന്നുള്ള രീതിയിലാണ്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എടുക്കുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രൽ 0 to π/2 sin 4x ഓവർ sin to the power 4x പ്ലസ് cos to the power 4x dx. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്താൽ നമുക്കിതിനെ മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ 0 to π/2 sin 4x dx ഓവർ sin 4x പ്ലസ് ഇൻസ്റ്റെഡ് ഓഫ് cos x ഞാൻ മാറ്റി എഴുതാണ് sin π/2 പ്ലസ് 0 മൈനസ് എക്സ്. അതായത് ഈ ഫസ്റ്റ് ഫോർമുലയുടെ അതേ ഫോർമാറ്റിലേക്ക് ഞാൻ മാറ്റി എഴുതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ബി മൈനസ് എ ഫോർമാറ്റിലാണല്ലോ. ഇവിടെ ബി എന്ന് പറയുന്നത് π/2ഉം എ എന്ന് പറയുന്നത് 0ആണ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. സോ യു വിൽ ഗെറ്റ് π/2 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു π/4. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി. ഇത് യൂഷ്വലായിട്ട് ചോദിക്കുന്നൊരു ടൈപ്പാണ് എക്സ് മൈനസ് എം ഡി എക്സ്. അപ്പോൾ ഇതിനെ ഞാൻ എഴുതാണ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഓവർ 2. ഇതിലെന്താണ് പി എം ക്യൂ എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളിവിടെ ലോവർ ലിമിറ്റ് ഇവിടെ എയും ബിയും, ഇവിടെ എം എന്ന് പറയുന്നത് ഇവിടെയും കൊടുത്തു. അപ്പോൾ എന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസാണ് പി, എമ്മിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് ക്യൂ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ എടുക്കുകയാണ് ഇൻ്റഗ്രൽ -5 to 5 എക്സ് പ്ലസ് 2 ഡി എക്സ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഞാനിവിടെ കൊടുക്കുകയാണ് ഇത് -5 +5, അതായത് -2. എം എന്ന് പറയുന്നത് -2 ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് -5ന്ന് -2ലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. പോസിറ്റീവ് ഡിസ്റ്റൻസ് ആണ് ഞാൻ എടുക്കുന്നത്. നെഗറ്റീവ് എടുത്താലും സ്ക്വയർ ആണല്ലോ എടുക്കുന്നത്. -2ന്ന് 5ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 7. സോ ദിസ് ഇസ് പി, ദിസ് ഇസ് ക്യൂ. സോ ആൻസർ വരുന്നത് 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ ഓവർ 2. സോ യു വിൽ ഗെറ്റ് 9 + 49 ഓവർ 2 വിച്ച് ഇസ് ഈക്വൽ ടു 29. ഇതായിരിക്കും ആൻസർ വരിക. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഞാൻ വേറൊരു ടൈപ്പ് പറയാണ്. ഇൻ്റഗ്രൽ 0 to 1 ആബ്സലൂട്ട് വാല്യൂ ഓഫ് 5x മൈനസ് 3 dx. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റി ഒന്ന് എഴുതാണ്. 5 ഞാൻ ഔട്ട് സൈഡ് എടുത്ത് ഇൻ്റഗ്രൽ 0 to 1 ആബ്സലൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 3/5 dx. ഇപ്പോൾ നമ്മൾക്കിത് നോർമൽ അറിയുന്ന ആ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. സോ 3/5 ഇവിടെ വരും. ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3/5 ആണ്. സോ പിയുടെ വാല്യൂ 3/5, ക്യൂയുടെ വാല്യൂ 3/5 എന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് 2/5 ആണ്. സോ ദിസ് ഇസ് അവർ ക്യൂ. സോ ദ ആൻസർ ബിക്കം പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഓവർ 2 ആണ്. അതെന്ത് വരും? 3/5 ഹോൾ സ്ക്വയർ പ്ലസ് 2/5 ഹോൾ സ്ക്വയർ ഓവർ 2 ആണ് വരിക. ഇതിൻ്റെത് മാത്രം, അതിൻ്റെ പുറത്തൊരു 5 ഉണ്ട്. സോ ഇവിടെ ഒരു 5 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 5 ഇൻറ്റു, സോ യു വിൽ ഗെറ്റ് 5 ഇൻറ്റു ഇവിടെ വരും 9 + 9/25 പ്ലസ് 4/25 ഓവർ 2. സോ യു വിൽ ഗെറ്റ് 9/25 പ്ലസ് 4/25 ഓവർ 2. സോ യു വിൽ ഗെറ്റ് 9 + 4/5 ഇൻറ്റു 9 + 4 is 13/50. So you will get 13/10 as the answer. ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്തൊരു ഫോർമുല എന്ന് പറയുന്നത് വാലീസ് ഫോർമുലയാണ്. വാലീസ് ഫോർമുല എന്താണെന്ന് നോക്കാം നമുക്ക്.
വാല്യൂസ് ഫോർമുല എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 0 to pi over 2 cos n x dx പവർ n ആണെങ്കിൽ ഇതിന് രണ്ട് ഫോമാറ്റ്, അതായത് n ഓഡ് ആവാം, n ഈവൺ കേസ് ആവാം. സോ n ഓഡ് ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് 2/3 ഇൻറ്റു 4/5 ഇൻറ്റു 6/7 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n - 1/n ഇഫ് n ഓഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, 3യോ അതിന് മുകളിലാണെങ്കിൽ ഈ റിസൾട്ട് കൊടുക്കാം. ഇനി ഈവൺ കേസ് ആണെങ്കിൽ 1/2 ദെൻ 3/4 5/6 എക്സെട്ര n - 1/n ഇൻറ്റു ഒരു pi/2 കൂടെ വരും ഇഫ് n ഈവൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ആസ് എൻ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് സൈൻ ആണെങ്കിലും സെയിം തന്നെയാണ് വരിക, സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും. ഓക്കെ, സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് ഇൻറ്റഗ്രൽ 0 to pi over 2 sin 4x dx. സോ ഇവിടെ 4 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. സോ നമ്മൾക്ക് എവിടെ നിന്ന് വരും? n - 1 എന്ന 4 - 1/4 മുതൽ സ്റ്റാർട്ട് ചെയ്യും, അതായത് 3/4 ഇൻറ്റു 1/2. സോ ഈ രണ്ട് വാല്യൂസാണ് വരിക ഇൻറ്റു pi/2. സോ നമുക്ക് കിട്ടുക 3/16. ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഇനി another എക്സാമ്പിൾ, ഇൻറ്റഗ്രൽ 0 to pi over 2 cos 7 പവർ 7 ആണ് വരുന്നത് വെച്ചാൽ 7 ഓഡ് നമ്പറാണ്. സോ 7 - 1 7 - 1/7 എന്ന് പറയുമ്പോൾ 6/7 ദെൻ 4/5 ദെൻ 2/3. സോ ഇതിൻ്റെ ആൻസർ വരിക 6 × 4 × 2/7 × 5 × 3 ബിക്കം 16/35. നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഈ രീതിയിലാണ് വരിക. ഇതാണ് വാല്യൂസ് ഫോർമുല. ഇനി വാല്യൂസ് ഇൻറ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുല കൂടിയുണ്ട്, നമുക്ക് അതുകൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഇൻറ്റഗ്രേഷനിൽ വരുന്ന ചില ഫോർമുലാസാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് വാല്യൂസ് ഇൻറ്റഗ്രൽ ഫോർമുല കൂടെ നോക്കാം. സോ വാല്യൂസ് ഇൻറ്റഗ്രൽ ഫോർമുല എന്താണെന്ന് വെച്ചാൽ IMN നമ്മളെടുക്കുകയാണ്, അതായത് കോമ്പിനേഷൻ ഓഫ് സൈനും കോസും. ഇൻറ്റഗ്രൽ 0 to pi over 2 cos mx, cos to the power mx into sin to the power nx dx. ഓക്കെ, അത് റിവേഴ്സും വരാം, സൈൻ എമ്മും കോസ് എന്നും വരാം, വാട്ട് എവർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫോർമുലയുടെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു m - 1 ഇൻറ്റു m - 3 ഇൻറ്റു എക്സെട്ര ടു ഓർ 1 ഇൻറ്റു n - 1 ഇൻറ്റു n - 3 ഇൻറ്റു എക്സെട്ര 2 or 1 ഓവർ m plus n minus 1, sorry m plus n, then m plus n minus 2, m plus n minus 4 etc. 2 or 1. ഇവിടെ ഗാമ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ pi/2 if m and n are even, 1 otherwise. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻറ്റഗ്രൽ 0 to pi over 2 sin 7x cos 5x dx. ഇപ്പോൾ ഇവിടെ നോക്കുക, എമ്മും എന്നും എന്താണ്? ഓഡ് നമ്പറാണ്. എമ്മും എന്നും ഈവൺ ആവണമെങ്കിൽ മാത്രമാണ് ഗാമയുടെ വാല്യൂ pi/2 വരിക. ഇവിടെ എമ്മും എന്നും എന്താണ്? ഓഡാണ്. സോ ഗാമയുടെ വാല്യൂ ഇവിടെ 1 ആണ് വരിക. സോ 1 ഇൻറ്റു ഇവിടെ എം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. എം എന്ന് പറയുന്നത് 7ഉം n എന്ന് പറയുന്നത് 5 ആണ്. സോ m - 1 എന്ന് പറയുന്നത് 7 - 1. സോ 6 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. 6 ഇൻറ്റു ദെൻ m - 3 എന്ന് പറയുന്നത് 4 ദെൻ 2. സിമിലർലി n - 1 എന്നത് 5 - 1 4ൽ സ്റ്റാർട്ട് ചെയ്യും. 4 ദെൻ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ m പ്ലസ് n. m പ്ലസ് n എന്ന് പറയുന്നത് 12 ആണ്. സോ ഡിനോമിനേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 ദെൻ 12 - 2 എന്ന് പറയുന്നത് 10 8 6 4 2. ഓക്കെ, സോ നമ്മൾക്കിത് സിംപ്ലിഫൈ ചെയ്താൽ 6 6 ക്യാൻസലായി, 4 ക്യാൻസലായി, 2 ക്യാൻസലായി, ദെൻ 4 times 2 8 get cancelled. സോ 1/120 ആയിരിക്കും ഇതിൻ്റെ ആൻസർ.
ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇൻ്റഗ്രൽ 0 to pi over 2 sin to the power 8x cos to the power 6x dx. സോ ഇവിടെ ഗാമയുടെ വാല്യൂ വരുന്നത് π/2 ആണ്. കാരണം എന്താ, എമ്മും എന്നും എന്താണ്, ഈവൺ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക എം 8 ആണ്. സോ 8 - 1 എന്ന് പറയുന്നത് 7ൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഓൾ ദ ഓഡ് നമ്പർ 7 5 3 1. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫോമുലയിൽ 2 either 2 or 1 എന്നുള്ള കേസ് വരുന്നത്. ഇനി n നോക്കുക, n 6 ആണ്. 6 - 1 എന്ന് പറയുന്നത് 5. സോ 5 3 1. ഇനി ഡിനോമിനേറ്ററിൽ വരുന്നത് എത്രയാണ്? 8 + 6 is 14. സോ 14 12 10 8 6 4 2. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും 15 pi/4096. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക.